നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്താണ്? അത് പണത്തിൽ നിന്ന് ലഭിക്കുന്ന ധൈര്യമാണോ, ശരീരത്തിൻ്റെ ബലമാണോ, അതോ ബാഹ്യ സൗന്ദര്യമാണോ? ഇതൊന്നുമല്ല. അത് സ്വന്തം ഊർജത്തെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. ഈ പറഞ്ഞത് ശരിയാണോ? ഒന്ന് ആലോചിച്ചു നോക്കി ശരിയാണെന്ന് തോന്നിയവർ അതെ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കണേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഷിവര്യന്മാർ പറഞ്ഞു തന്ന ഒരു രഹസ്യമുണ്ട്. അത് ഇതാണ്: ബ്രഹ്മചര്യം പാലിക്കുന്ന ഒരാൾക്ക് തൻ്റെ ചിന്താശക്തിയും ആത്മശക്തിയും ഉയർത്താനും കഴിയും, അതുപോലെ സ്വന്തം നിയന്ത്രണത്തിലാക്കാനും കഴിയും എന്ന്. ഇന്നത്തെ കാലത്ത് പലർക്കും ഇതിനെപ്പറ്റി പല സംശയങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇതാണ്: ബ്രഹ്മചര്യം ഇന്നത്തെ കാലത്ത് സാധ്യമാണോ? അതിൻ്റെ യഥാർത്ഥ ശക്തി എന്താണ്? ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ബ്രഹ്മചര്യം പാലിക്കുന്നത് കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കും? ഈ വീഡിയോയിൽ പറയുന്നത് അവസാനം വരെ കേൾക്കുക. ബ്രഹ്മചര്യത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഈ വീഡിയോയുടെ താഴെ കുടുംബ പാരമ്പര്യം ഉയർത്തി കാണിക്കുന്ന ശോനന്മാരുടെ മറുപടിയൊന്നും ലഭിച്ചുവെന്ന് വരില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ശരീരത്തിലെ ജീവശക്തി വെറുമൊരു ശരീരശക്തിയല്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. അത് ശരീരത്തെയും മനസ്സിനെയും ചിന്തകളെയും സ്വാധീനിക്കുന്ന ഒരു ഊർജമായി പല ആത്മീയ പാരമ്പര്യങ്ങളും കാണുന്നു. എന്നാൽ ഈ ശക്തി നിയന്ത്രണമില്ലാതെ പോയാൽ എന്താണ് സംഭവിക്കുക? മനസ്സിൻ്റെ ചഞ്ചലത, ലക്ഷ്യത്തിൽ ശ്രദ്ധക്കുറവ്, ആത്മവിശ്വാസത്തിലെ കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ഈ ഊർജം ശരിയായ പാതയിലായാലോ അതേ ശക്തി ഏകാഗ്രതയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും സഹായകമാകും. ബ്രഹ്മം എന്നത് പരമമായ സത്യമെന്നും ചര്യം എന്നത് അതിലേക്കുള്ള യാത്രയെന്നും അർത്ഥമാക്കാം. പുരാതന ഋഷിമാർ ബ്രഹ്മചര്യത്തെ ആത്മീയ ശക്തി വളർത്താനുള്ള ഒരു മാർഗമായി കണ്ടിരുന്നു. നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയ സുഖങ്ങളിൽ മനസ്സ് നിരന്തരമകപ്പെട്ടാൽ നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും കുറയും. എന്നാൽ നിയന്ത്രിതമായ ജീവിതം മനസ്സിന് സ്ഥിരതയും ശക്തിയും നൽകാൻ സഹായിക്കുന്നു. ബ്രഹ്മചര്യം പാലിക്കുന്ന ഒരാൾക്ക് ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത്, മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിക്കുന്നു. ചിതറിപ്പോയ ചിന്തകളെ നിയന്ത്രിച്ച് ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തേതാണ് ആത്മവിശ്വാസം വർദ്ധിക്കാൻ. സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് ഉള്ളിൽ ഒരു ശക്തിയും ആത്മവിശ്വാസവും ഉണ്ടാകുന്നു. മൂന്നാമത്തേതാണ് ധ്യാനത്തിനും ആത്മീയ സാധനകൾക്കും സഹായകമാകുന്നു. മനസ്സിൻ്റെ ശാന്തതയും ആത്മീയ ബോധവും വളർത്താൻ ഇത് സഹായിക്കും. എന്താണ് ബ്രഹ്മചര്യത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങൾ? ഇത് തീർച്ചയായും മനുഷ്യൻ്റെ ജീവശക്തി, മനഃശക്തി, ഇന്ദ്രിയ നിയന്ത്രണം, ആത്മീയ വളർച്ച എന്നിവയുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്ന ആശയങ്ങൾ തന്നെയാണ്. അതിലൊന്നാമത്തേതാണ് ജീവശക്തിയെ സംരക്ഷിക്കുകയും അതിനോടൊപ്പം ഉയർത്തുകയും ചെയ്യുക എന്നത്. യോഗ ആത്മീയ പാരമ്പര്യങ്ങളിൽ മനുഷ്യൻ്റെ ഉള്ളിലെ ശക്തിയെ പ്രാണശക്തി എന്ന് വിശേഷിപ്പിക്കുന്നു. ബ്രഹ്മചര്യം ഈ ശക്തിയെ ചിതറിക്കാതെ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള ഒരു മാർഗമായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമത്തേത് ഇന്ദ്രിയ നിയന്ത്രണത്തിൻ്റെ ശക്തി. ബ്രഹ്മചര്യം ആഗ്രഹങ്ങളെ അടിച്ചമർത്തുക എന്നതിലുപരി ആഗ്രഹങ്ങളുടെ അടിമയാകാതെ അവയെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ വ്യക്തിക്ക് കൂടുതൽ ആത്മവിശ്വാസവും സ്ഥിരതയും ലഭിക്കുമെന്നാണ് ഗുരുവര്യന്മാർ പറയുന്നത്. മൂന്നാമത്തേതാണ് ചിന്തകളുടെ ശുദ്ധി. ഈ ബ്രഹ്മചര്യത്തിൻ്റെ പ്രധാന ഘട്ടം ശരീര നിയന്ത്രണം മാത്രമാണെന്ന് കരുതരുത്. ചിന്തകളുടെ ശുദ്ധി, നല്ല വികാരങ്ങൾ വളർത്തുക, നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രിക്കൽ എന്നിവയും ഉൾപ്പെടുന്നു. അടുത്തത് ഏകാഗ്രത വർധനവ്. മനസ്സ് നിരന്തരം ആസക്തികളിൽ ചിതറാതെ ഒരു ലക്ഷ്യത്തിൽ
കേന്ദ്രീകരിക്കുമ്പോൾ പഠനം, ധ്യാനം, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ താനെ വർദ്ധിക്കും. അഞ്ചാമത്തേതാണ് ആത്മ ഊർജത്തിൻ്റെ ഉണർവ്. യോഗശാസ്ത്രത്തിൽ ബ്രഹ്മചര്യം കുണ്ടലിനി ശക്തിയുടെ ഉണർവിനും ചക്രങ്ങളുടെ ശുദ്ധീകരണത്തിനും സഹായിക്കുന്ന ഒരു സാധനയായി പറയുന്നു. ഇത് തീർച്ചയായും ആത്മീയ വിശ്വാസങ്ങളുടെ ഒരു ഭാഗമാണ്. ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങൾ ഇതിൽ വ്യത്യാസപ്പെടാം. ഇനി ബ്രഹ്മചര്യത്തിൻ്റെ ആഴത്തിലുള്ള സന്ദേശം എന്താണെന്ന് പറയാം. പുറത്തെ ലോകത്തെ ജയിക്കുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിനെ ജയിക്കുക എന്നത് തന്നെ. നമ്മുടെ ശരീരത്തിലെ ജീവശക്തി വെറുമൊരു ശാരീരിക ശക്തിയല്ല എന്ന് മുമ്പ് പറഞ്ഞല്ലോ. എന്താണ് ജീവശക്തി? സംസ്കൃതത്തിൽ ഇതിനെ പ്രാണശക്തി എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിലെ ശ്വാസം, ചലനം, ചിന്ത, വികാരങ്ങൾ, ജീവൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയെ മുന്നോട്ട് നയിക്കുന്ന ഒരു സൂക്ഷ്മശക്തിയായി യോഗശാസ്ത്രം ഇതിനെ കാണുന്നു. ആത്മീയ കാഴ്ചപ്പാടിൽ ജീവശക്തിയുടെ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഒന്നാമത്തേത് ശരീരശക്തി. അതെ, ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള ഊർജം. ആരോഗ്യപരമായ ജീവിതശൈലി, നല്ല ഭക്ഷണം, ഉറക്കം എന്നിവ ഇതിനെ സ്വാധീനിക്കുന്നു. രണ്ടാമത്തേത് മനഃശക്തി. അതെ, ചിന്തിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീരുമാനം എടുക്കാനുമുള്ള കഴിവ്. മനസ്സിൻ്റെ ശാന്തതയും ഏകാഗ്രതയും ഇതുമായി ബന്ധപ്പെടുത്തി കാണുന്നു. മൂന്നാമത്തേതാണ് ആത്മീയ ശക്തി. ഉള്ളിലെ ബോധം, ധ്യാനം, ആത്മപരിശോധന എന്നിവയിലൂടെ വളരുന്ന ആന്തരിക അനുഭവം. ലളിതമായി പറഞ്ഞാൽ ജീവശക്തി എന്നത് മനുഷ്യനിൽ ജീവനും ചൈതന്യവും പ്രവർത്തനശേഷിയും നൽകുന്ന ഒരു ആന്തരിക ഊർജത്തെ സൂചിപ്പിക്കുന്ന ഒരു ആത്മീയ ആശയമാണ്. ആധുനിക ശാസ്ത്രങ്ങളിലൂടെ നോക്കുമ്പോൾ ഇതിനെ പ്രധാനമായും ജൈവ രാസപ്രവർത്തനങ്ങൾ, നാഡീവ്യവസ്ഥ, മെറ്റബോളിസം തുടങ്ങിയ പ്രക്രിയകളിലൂടെയാണ് വിശദീകരിക്കുന്നത്. അതെന്തായാലും ഈ ജീവശക്തിയെ ചിതറിപ്പോകാതെ ലക്ഷ്യത്തിലേക്കും ആത്മീയ വളർച്ചയുടെ ദിശയിലേക്കും നയിക്കുന്ന ഒരു മാർഗമായി നമുക്ക് ബ്രഹ്മചര്യത്തെ കാണാം. ഈ ജീവശക്തി നേർവഴിയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവശക്തി നേർവഴിയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? അതുകൂടി പറയാം. ചെറിയ കാര്യങ്ങളിൽ അമിതമായി പ്രതികരിക്കാതെ ഇരിക്കാൻ കഴിയുക, ഉള്ളിൽ സ്ഥിരതയും സമാധാനവും അനുഭവപ്പെടുക, ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുക, അനാവശ്യ ചിന്തകളുടെ ശക്തി കുറയുന്നതായി അനുഭവപ്പെടുക, ആഗ്രഹങ്ങൾ വന്നാലും വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുക, ശീലങ്ങളുടെ മേൽ കൂടുതൽ നിയന്ത്രണമുണ്ടാകുക, ജീവിതത്തിൽ കൂടുതൽ അർത്ഥമുണ്ടെന്ന് തോന്നുക, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം വർദ്ധിക്കുക, ധ്യാനത്തിൽ കൂടുതൽ ആഴത്തിലുള്ള ശാന്തത, ശരീരബോധത്തിലെ മാറ്റങ്ങൾ, ആന്തരിക ശ്രദ്ധ വർദ്ധിക്കൽ, അഹങ്കാരം കുറയുക, കൂടുതൽ സ്നേഹം, ക്ഷമ, വിനയം, മറ്റുള്ളവരോട് കരുണ. ചുരുക്കി പറഞ്ഞാൽ ജീവശക്തി ശരിയായ പാതയിൽ ആണെന്നതിൻ്റെ അർത്ഥം ജീവശക്തി ശരിയായ രീതിയിൽ ഉണർന്നു എന്ന് പറയാം. ഉള്ളിലെ ജീവശക്തി ഉണരുമ്പോൾ ശരീരത്തിന് മാത്രമല്ല ചിന്തകളിലും സ്വഭാവത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ നല്ല മാറ്റങ്ങൾ നമ്മെ പരബ്രഹ്മ ചൈതന്യത്തിലേക്ക് അടുപ്പിക്കുന്നു. അവസാനമായി ഒരു കാര്യം പറയാം. ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവന് ലോകത്തെ ജയിക്കേണ്ടതില്ല. കാരണം അവൻ ആദ്യം തന്നെ തൻ്റെ മനസ്സിനെ ജയിച്ചിരിക്കുന്നു. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.